അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഏകദേശം ഒരു ആക്സലറേഷൻ ജസ്റ്റ് കാണിച്ചുതരാം ക്യുക്കായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹീറോയുടെ ഏറ്റവും പുതിയ 125cc മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള എക്സ്ട്രീം 125 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. വണ്ടി ഓടിച്ച് നോക്കി വണ്ടിയുടെ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ വണ്ടിയുടെ ആ ഒരു എജിലിറ്റിയെ പറ്റി പറയാം. ഞാൻ കുറേ നേരം ഈ ഒരു വണ്ടി ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനാണെന്നുണ്ടെങ്കിൽ വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോർട്ടി ലുക്കിൽ ആ ഒരു മാക്സിമം വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഷാസിയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും എന്തിലാണെന്നുണ്ടെങ്കിലും വളരെ എജൈലായിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് സിറ്റി ട്രാഫിക്കിലൂടെ കൂടെ ഒക്കെ നല്ല രീതിയിൽ എന്താ പറയണ്ടേ, ഒരു കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടി നമുക്കൊരു പെപ്പിയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹാൻഡിലിംഗ് ആണെന്നുണ്ടെങ്കിലും വേറെ ലെവലാണ്. ബിക്കോസ് അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഈ ഒരു ഡയമണ്ട് കട്ട് ഫ്രെയിമിനോടാണ്. ഡയമണ്ട് കട്ട് ഫ്രെയിമിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. സിറ്റി കൂടെ ഓടിക്കുന്ന സമയത്താണെങ്കിലും ഹൈ സ്പീഡ് കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു 70-ലൊക്കെ കയറിയിട്ട് പോലും അല്ലെങ്കിൽ 80 കയറിയിട്ട് ആയാലുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നിയിട്ടില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ഒരു ഹാൻഡിലിങ് തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് തോന്നുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 66 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് വണ്ടിയുടെ മൈലേജ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഈ ഒരു വണ്ടി ഞാൻ ലോങ് ഡ്രൈവിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് താങ്ക്സ് ടു നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനോടാണ് കേട്ടോ. ഏകദേശം ഒരു 10 ലിറ്ററോളം കപ്പാസിറ്റി വരുന്ന ഒരു ടാങ്ക് ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. 66 മൈലേജ് വെച്ച് 66 മൈലേജ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര ദൂരം വേണേലും നമുക്ക് സിറ്റിയിലൊക്കെ ഇട്ട് ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു വണ്ടി. പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈനും ഈ ഒരു സ്പോർട്ടി ഡിസൈനും വെച്ചിട്ട് ഈ ഒരു നല്ലൊരു അത്യാവശ്യം ഈ ഒരു 125cc കാറ്റഗറിയിലെ മോസ്റ്റ് പവർഫുൾ വണ്ടിയായിട്ട് പോലും ഇത്രയും മൈലേജ് വരുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്രയും നേരം ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഒരു 3 കട്ടയിലെടുത്തതാണ്, എന്നിട്ട് ഇപ്പോഴും 2 കട്ട ബാക്കി നിൽക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു എഞ്ചിനാണ് കേട്ടോ. ഈ ഒരു സ്പ്രിന്റ് EBT എന്ന് ഹീറോ പറയും. ഒരു 124.7cc ആണ് വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 11.4 bhpയും 10.5 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ക്വിക്കായിട്ട് ആക്സലറേഷൻ ചെയ്യുന്ന ഒരു പെപ്പി, ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു കിടുക്കൻ എഞ്ചിനാണിത്. നമ്മൾ വിചാരിക്കും ഇത് സാധാരണ നോർമൽ കൺവെൻഷനൽ കമ്പ്യൂട്ടർ വണ്ടികളിൽ വരുന്ന ഒരു എഞ്ചിൻ ആകും എന്നുള്ള കാര്യം. പക്ഷെ അല്ല, ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് നല്ല ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ട് എൻഗേജിങ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കേട്ടോ ഇത്. അത് പറയാൻ കാരണം എന്ന് പറയുന്നത് ഏകദേശം 0 to 60 എന്ന് പറയുന്നത് 5.9 സെക്കൻഡ് കൊണ്ട് അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിലെ ക്വിക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പവറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസിക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ സിറ്റി യൂസിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് ഡിസൈൻ ചെയ്തൊരു വണ്ടിയായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ തോന്നുന്നത്. നല്ല രീതിയിലുള്ള ഒരു ആക്സലറേഷൻ ആണെങ്കിലും ഫ്യൂൽ എക്കണോമി ആണെന്നുണ്ടെങ്കിലും കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും വണ്ടിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ABS വരുന്നുണ്ട്, സിംഗിൾ ചാനൽ ABS. ഇപ്പോൾ ഡിസ്ക് വേരിയൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഡിസ്ക് വേരിയൻറ്റും ഉണ്ട്. എന്തുവാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. ABS ഉള്ള വേരിയൻറ്റിലും ABS ഇല്ലാത്ത വേരിയൻറ്റിലും അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. 276 ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. ഇത് ഡ്രം വേരിയൻ്റ് ആണ്. 130 ഡ്രം ബ്രേക്കിന്റെ എന്ന് പറയുന്നത്. പിന്നെ CBS കോമ്പൈൻഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം വണ്ടിയുടെ ആ ഒരു റൈഡിങ് പോസ്റ്ററിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ റൈഡിങ് പോസ്റ്റർ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് അത്യാവശ്യം എത്ര ദൂരം വേണം, ഈ ഒരു എർഗണോമിക്സ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എർഗണോമിക്സ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാം, എന്നാൽ സ്പോർട്ടി ആയിട്ട് വണ്ടി ഓടിക്കാം. നമുക്ക് ഈ ഒരു ഫുഡ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ സിറ്റി കൂടെ ആണെങ്കിൽ പോലും കുറേ നേരം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടയേർഡ് ആകുന്ന ഒരു ഫീലോ അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു വണ്ടിയിൽ. കാര്യം നല്ല ഹാൻഡിലിംഗ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കൊള്ളാം എന്തായാലും.
സീറ്റിൻ്റെയൊക്കെ ആ ഒരു കുഷനിങ്ങും കംഫർട്ടും ഒക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്. നമുക്ക് റൈഡറിനാണെങ്കിലും പില്ലിയനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാബ് റെയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം ഈ ഒരു റൈഡിങ് പോസ്റ്ററിൻ്റെ ആ ഒരു കൂടെ തന്നെ. നമുക്ക് എന്തൊക്കെയായാലും വണ്ടി ഓടിക്കാം. വണ്ടി ഓടിച്ചുകൊണ്ട് ഇനിയിപ്പം 2-3 വണ്ടിയുടെ ആ ഒരു ആക്സലറേഷനൊക്കെ പറ്റി സംസാരിക്കാം. ഓപ്പൺ റോഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ആക്സലറേഷൻ ജസ്റ്റ് കാണിച്ചു തരാം ക്വിക്കായിട്ട്. കണ്ടില്ല, ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും നല്ലോണം ആക്സലറേഷൻ ചെയ്യുന്ന വണ്ടി എനിക്കിത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രമാത്രം ഒരു പെപ്പ്. നിങ്ങൾ വേറുള്ള വണ്ടികളുടെ പേര് നിങ്ങൾ ചിലപ്പം വേണമെങ്കിൽ പറയാം, ബട്ട് നിങ്ങൾ ഒരു തവണ ഇത് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ആക്സലറേഷൻ്റെ ആ ഒരു ഫീല്. അതായത് നമുക്ക് ഈവൻ ഹെവി ട്രാഫിക്കിലാണെങ്കിൽ പോലും നല്ല കൺട്രോൾഡായിട്ട് ഇതിൻ്റെ ആ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിങ്ങനെ ഒതുങ്ങിയിരിക്കും വണ്ടി. നമുക്ക് നല്ല കോൺഫിഡൻസ് തോന്നും. ഹെവി ട്രാഫിക്കിലാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, ഞാൻ ഫിൽട്ടർ ചെയ്യുന്നുണ്ടല്ലേ, ഞാൻ വളരെയധികം കോൺഫിഡൻസ് ആയിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത് വണ്ടി. കണ്ടില്ലേ, കാര്യം ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ ആ ഒരു മികവാണ്. ആ ഒരു ഡയമണ്ട് കട്ട് ഫ്രെയിമിൻ്റെ ആ ഒരു മികവ് തന്നെയാണ് ഈ ഒരു സിറ്റി ട്രാഫിക്കിൽ കൂടെ നമുക്ക് നല്ല കൺട്രോൾഡായിട്ട് സ്റ്റേബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നല്ല അജൈലാണ് വണ്ടി. എനിക്ക് ഒരു എന്തായാലും നല്ലൊരു മൈലേജ് തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട് വണ്ടി. നിങ്ങളിപ്പോൾ ഒരു എക്കണോമിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂട്ടർ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ ലുക്കുണ്ടല്ലോ, നോർമലി ഉള്ള വണ്ടികളുടെ ആ ഒരു ലുക്ക് വേണ്ട. നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് വേണം, അത്യാവശ്യം ഫീച്ചേഴ്സും പവറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കാൻ കേട്ടോ. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് എല്ലാ കാര്യത്തിലും. ലുക്കാണെന്നുണ്ടെങ്കിലും പവറാണെങ്കിലും മൈലേജ് ഈസ് ഗ്രേറ്റ് ആണ്. ഇത് കണ്ടില്ലേ, ഞാനൊരു 78-80 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. എന്നിട്ട് പോലും എനിക്ക് ഒരു വൈബ്രേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഉള്ളൊരു ഫീലോ കാരണമൊന്നുമില്ല. നമ്മളൊരു 150cc കാറ്റഗറി ഇരിക്കുന്ന വണ്ടിയിൽ എങ്ങനെ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്, ആ ഒരു ലെവലിലുള്ള സ്റ്റെബിലിറ്റി തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്കും പേഴ്സണലി എനിക്ക് കിട്ടുന്നത്. ബ്രേക്കിംഗ് ഒക്കെ ഷാർപ്പ് ബ്രേക്കിംഗ് ആണ് കേട്ടോ. എക്സ്ട്രീം 125 കാറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ലുക്കിൽ, അതായത് ഈ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ലുക്കിൽ ഇത്രയധികം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ABS-ഉം അതുപോലെ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ നല്ല എക്കണോമിക്കൽ ആയിട്ടുള്ള മൈലേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഏക വണ്ടി എനിക്ക് തോന്നുന്നു ഹീറോയുടെ ആണെന്ന് തോന്നുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എടുത്താൽ പോലും ഇതിൻ്റെ മറ്റുള്ള സെഗ്മെൻറ്റിലുള്ള വണ്ടികളെ കാട്ടിലും ആഫ്റ്റർ സെയിൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഹീറോയുടെ സർവീസ് നെറ്റ്വർക്കൊക്കെയാണ്. നമുക്ക് എവിടെ ചെന്നാലും ഇതിൻ്റെ സർവീസും സ്പെയറും മെയിൻ്റനൻസും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പവർ നമുക്ക് സിറ്റിയിലൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്യൂൺ ചെയ്തെടുത്തിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനീ ഒരു വണ്ടി വാങ്ങണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം പോട്ടെ, നിങ്ങൾ കൂടുതലായിട്ടും സിറ്റിയിൽ ഓടുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് നല്ല മൈലേജും അത്യാവശ്യം ആ ഒരു സെഗ്മെൻറ്റിലുള്ള പവറും വേണം, എന്നാൽ നല്ല മാരക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് വേണം എന്നൊക്കെ, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോയ്സ് എന്ന് പറയുന്നത് ഹീറോ എക്സ്ട്രീം 125 ആണ് കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി, ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ ഹാൻഡിലിംഗ് ആണെന്നുണ്ടെങ്കിലും, വണ്ടിയുടെ മൈലേജ് ആണെങ്കിലും, പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും, ആഫ്റ്റർ സർവീസ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും, ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈവൻ നമ്മൾ എക്സോസ്റ്റിനോട്ട് നോക്കാനാണെങ്കിൽ പോലും വളരെയധികം സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് കേട്ടോ തരുന്നത്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ടാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മാക്സിമം ഇതുപോലുള്ള വണ്ടികൾ വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.